2018 സുപ്രീം കോടതി വിധി വന്നപ്പോൾ, ശബരിമലയിലെ വിധി വന്നപ്പോൾ അനുകൂലമായും പ്രതികൂലമായും ഒരുപാട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ വന്നു. ഒരുപക്ഷെ രാഹുൽ ഈശ്വറിനൊക്കെ വലിയ ഹൈപ്പ് കിട്ടിയതും റീച്ച് കിട്ടിയതും ആ കാലഘട്ടം മുതലാണ്. വലിയ റീച്ചാണ് കിട്ടിയത്. അതിനു മുമ്പ് അദ്ദേഹം ജേർണലിസം പഠിച്ചിട്ടുണ്ട്, റീച്ച് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ശ്രീജിത്ത് പണിക്കർ ശരിക്കും ജനം ടിവിയിലൂടെയാണ് കയറി വന്നത്. വലിയൊരു റീച്ചാണ് അദ്ദേഹത്തിന് കിട്ടിയത്. ഇപ്പൊ എല്ലാ ചാനലുകളുടെയും വളരെ പ്രമുഖനായിട്ടുള്ള ഒരു സോഷ്യൽ ഇൻഫ്ലുവൻസറായും യൂട്യൂബ് ഇൻഫ്ലുവൻസറായിട്ടും ഒക്കെ ശ്രീജിത്ത് പണിക്കർ മാറിയിട്ടുണ്ട്. അതുപോലെ ഇന്ത്യയിൽ ഇരിക്കാതെ വിദേശ രാജ്യത്തിരുന്നു കൊണ്ട്, ഇന്ത്യയിൽ ഇല്ലാതെ വിദേശ രാജ്യത്തിരുന്നു കൊണ്ട് ഒരു സുനിതാ ദേവദാസ് എന്ന് പറഞ്ഞ ഒരു മാഡം, ഒരു വനിത ഇങ്ങനെ ആവേശത്തോടുകൂടി വളരെ വലിയ തോതിൽ ഒരു പിണറായി ഭക്തിയായി നിന്നുകൊണ്ട്, അല്ലെങ്കിൽ ഒരു ഇടതുപക്ഷ ഭക്തിയായി നിന്നുകൊണ്ട് നാഗശികാന്ത BJP-യെയും സംഘപരിവാറിനെയും പിന്നെ അതുപോലെ തന്നെ ഒരു പരിധിവരെ കോൺഗ്രസിനെയും പിന്നെ ഹിന്ദുത്വത്തെയും, ഹിന്ദുത്വം അല്ല ഹിന്ദു മതവിശ്വാസങ്ങളെയും, ഇനി ഹിന്ദുത്വം എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ എന്തൊക്കെ ഉണ്ടോ, എന്തൊക്കെ അപ്പുറത്തുണ്ടോ അതിനെ എല്ലാം നഖശികാന്തം കളിയാക്കി പരമപുച്ഛമായി അവതരിപ്പിക്കുന്ന വീഡിയോസ് ധാരാളമായി വരികയും അവർക്ക് വളരെ പെട്ടെന്ന് ഒരു ഇൻഫ്ലുവൻസ് കിട്ടുകയും ചെയ്തു. കാര്യം മലയാളിയുടെ ഒരു കോമാളി ചിന്ത എന്ന് പറഞ്ഞാൽ പടത്തിന് ആള് കൂടും എന്ന് പറയുന്ന ഒരു രീതിയുണ്ട്. പടത്തിൽ എഴുതി കാണിച്ചാൽ മതി, അകത്ത് ഒന്നും കാണിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. എഴുതിയിട്ടുള്ള തമ്പുണ്ടെങ്കിൽ, പോസ്റ്റർ ഉണ്ടെങ്കിൽ ആ തിയേറ്ററിൽ ആള് കൂടുന്ന ഒരു കാലം കേരളത്തിൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു ബിംബപ്രതിഷ്ഠയുള്ള ഒരു നാടാണ് ഇവിടെ. നെഗറ്റീവ് കാര്യങ്ങൾ പറയാൻ, പോസിറ്റീവ് വിഷയങ്ങൾ ഒഴിവാക്കി നെഗറ്റീവ് തമ്പുകളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ അത് കുത്തിത്തിരിപ്പ്. ആ മാഡത്തിന്റെ മിക്കവാറും വീഡിയോസ് എല്ലാം പല ആളുകളും കണ്ടിട്ട് എന്നോട്, ഞാനിത് കാണാറില്ല, പക്ഷെ ഞാൻ പല ആളുകൾ കണ്ടിട്ട് എന്നെ വിളിച്ചൊക്കെ പറയും, സാർ ഇത് കുത്തിത്തിരിപ്പാണല്ലോ, മുഴുവൻ കുത്തിത്തിരിപ്പ്, നെഗറ്റീവ്, കംപ്ലീറ്റ് കാര്യങ്ങളും ബി നെഗറ്റീവാണ്. ബി പോസിറ്റീവ് എന്ന് പറഞ്ഞൊരു സാധനമാണ്. ഈ രാജ്യത്തിന്റെയോ സമൂഹത്തിന്റെയോ ഗുണത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്തതായിട്ടില്ല എന്നാണ് അവരുടെ വീഡിയോയുടെ ഫോളോവർമാരായിട്ടുള്ള ആളുകൾ എന്നോട് പറയുന്നത്. ഞാനിത് ഫോളോവർ അല്ല. എന്നാൽ പക്ഷെ അവസാനം ഈ ഇടയ്ക്ക് എനിക്ക് ശശി തരൂരിനെതിരെയുള്ള ഒരു വീഡിയോ അയച്ചു തന്നപ്പോൾ, ശശി തരൂരിനെ അങ്ങനെ വിമർശിച്ചപ്പോൾ അത് ശരിയല്ലല്ലോ എന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ കമന്റ് ഇടുന്നത്. ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സജഷൻസ് ആണ് പറയുന്നത്. പ്രിയപ്പെട്ട സുനിതാ ദേവദാസ് മാഡം, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ശശി തരൂർ ബേസിക്കലായി ഒരു രാഷ്ട്രീയക്കാരൻ അല്ല. അത് ആദ്യം മനസ്സിലാക്കിയിരിക്കുക. ജോസഫ് മുണ്ടശ്ശേരി EMSന്റെ കാലം മുതൽ ജോസഫ് മുണ്ടശ്ശേരി മാഷിനെയും അതുപോലെ തന്നെ അന്ന് മുതൽ തുടങ്ങിയിട്ടുള്ള ഇതുവരെ നോക്കിയാൽ എത്രയോ ആളുകളെ ഈ ഓരോ പാർട്ടിയും കൊണ്ടുവന്നിട്ടുണ്ട്. ഇടതുപക്ഷം കൊണ്ടുവന്നിട്ടുണ്ട്, വലതുപക്ഷം കൊണ്ടുവന്നിട്ടുണ്ട്, സാനു മാസ്റ്ററെ കൊണ്ടുവന്നു, ONV കുറുപ്പിനെ കൊണ്ടുവന്നു. അങ്ങനെ ഇടതുപക്ഷം ഒരുപാട് സാഹിത്യ, സാംസ്കാരിക, രാഷ്ട്രീയത്തിന് അതീതമുള്ള നേതാക്കളെ എല്ലാം കൊണ്ടുവരികയും മനോഹരമായി അവരെ ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അപ്പോഴെല്ലാം അവരവരുടെ സ്വതന്ത്ര നിലപാടുകൾ നിലനിർത്തിക്കൊണ്ട് തന്നെ പോയിട്ടുമുണ്ട്. അതുപോലെ കോൺഗ്രസിനകത്തും ഒരുപാട് ആളുകളെ, ഇങ്ങനെ പ്രഗത്ഭരായ ആളുകളെ അന്നത്തെ കാലം മുതൽ, സ്വതന്ത്ര ഇന്ത്യയുടെ കാലം മുതൽ പ്രഗത്ഭരായ ഒരുപാട് ആളുകളുടെ സേവനം രാജ്യത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ വളരെ പ്രമുഖനായിട്ടുള്ള ഒരു UN-ന്റെ അണ്ടർ സെക്രട്ടറി ആയി പ്രവർത്തിച്ചിരുന്ന, ഒരു ഘട്ടത്തിൽ ജനറൽ സെക്രട്ടറി ആയി വരെ നോമിനേറ്റ് ചെയ്ത് വന്ന് അതിൽ മത്സരിക്കുന്ന സ്ഥലത്തേക്ക് എത്തി ഉയർന്നിയ വിശ്വ പൗരൻ എന്ന് പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും അംഗീകരിക്കപ്പെടുന്ന, ഇന്നും ലോക രാജ്യങ്ങളുടെ UN-മായി ബന്ധപ്പെട്ട എല്ലാ രാജ്യങ്ങളുടെയും വലിയ പേരുള്ള മനുഷ്യനാണ് ഡോക്ടർ ശശി തരൂർ. ഡോക്ടർ ശശി തരൂരിന്റെ രാഷ്ട്രീയ നിലപാടുകളെ വിമർശിച്ചുകൊണ്ട് ഞങ്ങൾ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഇതിനകത്ത് നിന്നുമുള്ള രാഷ്ട്രീയ നിലപാടുകൾ ശരിയല്ല, നിങ്ങൾ പുറത്തു പോകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പറയുമ്പോഴും ഈ സുനിതാ ദേവദാസ് പറയുന്ന പോലുള്ള ഒരു പ്രതിപക്ഷ ബഹുമാനമില്ലാതെ, ഒരു പരസ്പര ബഹുമാനമില്ലാതെ താറടിച്ച വർത്തമാനം പറയാറില്ല. എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്? അദ്ദേഹം എന്തോ ദുഷ്ടത്തരം ചെയ്തു എന്നാണ്. അദ്ദേഹം ഓരോ കാര്യവും പറഞ്ഞിട്ടുണ്ട്. കുടുംബ പാരമ്പര്യത്തെ കുറിച്ച് അദ്ദേഹം ലേഖനം എഴുതിയിരിക്കുന്നത്, ഇന്ത്യയിൽ സ്റ്റാലിൻ കുടുംബ പാരമ്പര്യമുള്ളവരാണ്. അങ്ങോട്ട് പോയാൽ പൃഥ്വിരാജ് ചൗഹാന്റെ അവിടെ ചെന്നാൽ, അതുപോലെ തന്നെ ലാലു പ്രസാദ് യാദവിന്റെ അവിടെ ചെന്നാൽ, അതുപോലെ തന്നെ അഖിലേഷ് യാദവിന്റെ അവിടെ ചെന്നാൽ, പിന്നെ ചന്ദ്രബാബു നായിഡുവിന്റെ അവിടെ ചെന്നാൽ, റാംവിലാസ് പാസ്വാന്റെ അവിടെ ചെന്നാൽ, ഇന്ത്യയിലെ നമ്മുടെ പിന്നെ ശരത് പവാറിന്റെ നാട്ടിൽ ചെന്നാൽ, ഇന്ത്യയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ കുടുംബാധിപത്യമുണ്ട് എന്നാണ് നമ്മുടെ ശശി തരൂർ പറയാൻ ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ വികസന കാര്യത്തിൽ എന്തിനാണ് ശശി തരൂരിനെ പോലെയുള്ള ആളുകൾ രാഷ്ട്രീയത്തിൽ വരുന്നത്? രാഷ്ട്രീയത്തിന്റെ ആദർശമൊന്നും ഉൾക്കൊണ്ടുകൊണ്ട് ഒരു സാധാരണ പൗരനായി നിൽക്കാനല്ല അവർ രാഷ്ട്രീയത്തിൽ വരുന്നത്. അവർക്ക് എന്തെങ്കിലും ക്രിയേറ്റീവായി ഈ രാഷ്ട്രത്തിന് വേണ്ടി ചെയ്യാനാണ്. അൽഫോൺസ് കണ്ണന്താനമായാലും ഇങ്ങനെയുള്ള ആളുകളായാലും, കേരളത്തിൽ ഇപ്പൊ BJP-യോടൊപ്പം പോയിരിക്കുന്നവരായാലും, കോൺഗ്രസിനോടൊപ്പം പോയിരിക്കുന്നവരായാലും, പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ ചേർന്ന് പ്രവർത്തിക്കുന്നതിലും പാർട്ടി മെമ്പർഷിപ്പ് എടുത്ത് പ്രവർത്തിക്കുന്നവരല്ല അവർ യഥാർത്ഥത്തിൽ അവരുടെ വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ട് അവരുടെ പ്രൊഫഷണൽ സംഭാവനകൾ ഈ രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടി അവരുടെ ചെറിയ ജീവിതകാലം കൊണ്ട് കൊടുക്കാൻ പറ്റുമോ എന്ന് മാത്രമാണ് അവർ അന്വേഷിക്കുന്നത്.
അതുകൊണ്ടാണല്ലോ വിദേശ രാജ്യങ്ങളിലേക്ക് 59 രാജ്യങ്ങളിലേക്ക് 39ഓളം ജനപ്രതിനിധികളെ അയച്ചപ്പോൾ എല്ലാ പാർട്ടികളിൽ നിന്ന് കനിമൊഴി അയച്ചു. ജോൺ ബ്രിട്ടാസ് പോയി, എല്ലാ പാർട്ടികളിൽ നിന്ന് ET മുഹമ്മദ് ബഷീർ പോയി, മുസ്ലിം ലീഗിന്റെ എല്ലാ പാർട്ടികളിൽ നിന്നുള്ള ആളുകളെ ലോകരാജ്യങ്ങൾക്ക് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഇന്ത്യ അയച്ചപ്പോൾ അതിന്റെ കൂടെയും ശശി തരൂർ ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ട് ഡൽഹിയിൽ ശശി തരൂരിനെ അവിടെ വിളിക്കുമ്പോൾ ഇതുപോലെ റഷ്യനിലെ വ്ളാഡിമിർ പുടിനെ പോലുള്ള ആൾ വരുമ്പോൾ അവിടെ ശശി തരൂരിനെ അല്ലേ വിളിക്കേണ്ടത്? ഇത്രയും ഡിപ്ലോമാറ്റായിട്ടുള്ള ഒരാളുമായിട്ടല്ലേ ഡിസ്കസ് ചെയ്യേണ്ടത്? അവിടെ മല്ലികാർജുൻ ഖാർഗെ വിളിച്ചില്ല, എന്ത് ചെയ്യാനാ പോയിട്ട്? അവിടെ നമ്മുടെ രാഹുൽ ഗാന്ധി വിളിച്ചിട്ടാ പോയിട്ട് എന്ത് ചെയ്യാനാ? അഥവാ വിളിച്ചിരുന്നെങ്കിലും അവർ അയക്കേണ്ടിയിരുന്നത് ശശി തരൂരിനെ അല്ലേ? അവർ പക്ഷെ ശശി തരൂരിനെ അയക്കുമോ? ഇന്ത്യയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി ശശി തരൂർ മത്സരിച്ചപ്പോൾ മല്ലികാർജുന ഖാർഗെയെ നിർത്തി പരാജയപ്പെടുത്തുകയല്ലേ ചെയ്യേണ്ടിയിരുന്നത്? ശശി തരൂരിനെ അംഗീകരിക്കുകയാണ് ചെയ്യേണ്ടിയിരുന്നത്. കാരണം ഞാൻ ശശി തരൂരിന്റെ ഫോളോവർ അല്ല, ശശി തരൂരിന്റെ PR വർക്ക് ചെയ്യുന്ന ആളല്ല, ശശി തരൂരിന്റെ ഒരു രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധമുള്ള ആളുമല്ല. പക്ഷെ ഞാൻ പറയുന്നത് ശശി തരൂരിനെ പോലുള്ള ഒരാൾ, അദ്ദേഹം ഡിപ്ലോമാറ്റ് ആയിട്ടുള്ള, പ്രൊഫഷണൽ ആയിട്ടുള്ള, ടെക്നോക്രാറ്റ് ആയിട്ടുള്ള ഒരാൾ രാഷ്ട്രീയത്തിൽ വരുമ്പോൾ എന്താണ് ദേശത്തിന് വേണ്ടി ചെയ്യാൻ ഒക്കുക തന്റെ കാലയളവിൽ എന്ന് ചിന്തിക്കും. അതിനുള്ള സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഒരുങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് അത് ചെയ്യും. അതിനെ കൃത്യമായി കൂടെ നിർത്തി വളരെ ക്രിയാത്മകമായി പ്രയോജനപ്പെടുത്താൻ കഴിയാത്ത കോൺഗ്രസ് എന്ത് പറഞ്ഞിട്ടെന്ത് കാര്യം? കേരളത്തിലെ മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് അടക്കമുള്ളതിന് ശശി തരൂരിന് എന്താണ് ഒരു അയോഗ്യത? അതുപോലെ തന്നെ ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട നേതാവായി ശശി തരൂരിനെ അംഗീകരിച്ചെടുക്കുന്നതിൽ എവിടെയാണ് ഒരു അപ്രായോഗികത? അപ്പൊ അതൊന്നും കോൺഗ്രസ് ചെയ്യാതിരിക്കുമ്പോൾ അപ്പുറത്ത് ഗവൺമെന്റിന്റെ പരിപാടികൾക്ക് BJPയുടെ ഒരു യോഗത്തിനെങ്കിലും ശശി തരൂർ പോയിട്ടുണ്ടോ? BJPയുടെ ഏതെങ്കിലും ഒരു യോഗത്തെ കുറിച്ച്, BJPയുടെ ഏതെങ്കിലും ഒരു നേതാവിനെ കുറിച്ച് ശശി തരൂർ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ടോ? ശശി തരൂർ പറഞ്ഞതാരെയാണ്? അപ്പോൾ നിങ്ങൾ ചോദിക്കും അദ്വാനിയെ കുറിച്ച് പറഞ്ഞില്ലേ എന്ന് ചോദിക്കും. അദ്വാനിയെ പോലുള്ള വളരെ സീനിയർ നേതാവിനെ കുറിച്ച് പറയും. രാജഗോപാൽ എന്ന് പറയുന്ന കേരളത്തിൽ താമസിക്കുന്ന BJP നേതാവിനെ കുറിച്ച് എല്ലാ പാർട്ടിയിലുള്ളവർക്കും വലിയ ബഹുമാനമുണ്ട്. അത് രാഷ്ട്രീയ മാന്യത. അങ്ങനെയുള്ള രാഷ്ട്രീയ മാന്യത കാണിക്കുന്ന, സത്യസന്ധമായി കാര്യങ്ങൾ ഡേറ്റ വെച്ച് എഴുതുന്ന, വളരെ കൃത്യമായി കാര്യകാരണ സഹിതം തന്റെ നിലപാടുകൾ പറയുന്ന, ആ നിലപാടുകൾ ശക്തമായി നിൽക്കുന്ന, അതിനുവേണ്ടി പോരാടുന്ന ശശി തരൂരിന്റെ വ്യക്തിത്വത്തെ നമ്മൾ ചോദ്യം ചെയ്യരുത്. അദ്ദേഹത്തിന് എത്രയോ സമയം കൊണ്ട് BJPയിൽ എത്രയോ തവണ മന്ത്രിയാകാനാണെങ്കിൽ, അല്ലെങ്കിൽ BJP കൊടുക്കുന്ന ഏതെങ്കിലും സ്ഥാനത്തിനാണെങ്കിൽ എത്രയും പെട്ടെന്ന് പോകുന്നതല്ലേ നല്ലത്? രക്തസാക്ഷിയായിട്ട് പോയാൽ കൂടുതൽ കൊടുക്കുമോ? ഇവിടെ കൊടുക്കുന്നത് എന്താണ്? ഒന്നുകിൽ ഗവർണർ പദം, അല്ലെങ്കിൽ പ്രധാനമന്ത്രി കേന്ദ്രമന്ത്രി പദം, അതിനകത്ത് അല്ലെങ്കിൽ ഏറ്റവും വലുത് എന്താണ് ക്യാബിനറ്റ് മന്ത്രി. അത് കിട്ടാൻ വേണ്ടി ശശി തരൂർ ഇതാ രക്തസാക്ഷിയാവാൻ നിൽക്കുന്നു. എന്ത് രക്തസാക്ഷി? ശശി തരൂരിന് സ്ഥാനം വേണമെങ്കിൽ അങ്ങനെ നരേന്ദ്രമോദിക്കും സംഘത്തിനും ശശി തരൂരിനോട് ഇഷ്ടമുണ്ടെങ്കിൽ കൃത്യമായി കൊടുക്കില്ലേ? അവിടെ പിന്നെ എന്തെങ്കിലും പരസ്പരം ധാരണ ഉണ്ടായി പോകില്ലേ? അപ്പോൾ അതല്ല ശശി തരൂര്. ശശി തരൂർ വളരെ കൃത്യമായി ഹിന്ദുത്വത്തിനെതിരെ, RSSന്റെ ഹിന്ദുത്വത്തിനെതിരെ ശശി തരൂർ ലേഖനം എഴുതിയിട്ടുണ്ട്. ഞാൻ ഹിന്ദുവാണെന്ന് പറഞ്ഞ് അദ്ദേഹം പുസ്തകം എഴുതിയിട്ടുണ്ട്. ഞാൻ ഹിന്ദുവാണെന്ന് പറയുമ്പോൾ ഹിന്ദുത്വമല്ല ഹിന്ദുവെന്നും, RSSും BJPയും പറയുന്ന ഹിന്ദുത്വമല്ല ഇന്ത്യൻ ഹിന്ദുവെന്നും സധൈര്യം പറഞ്ഞ ഏക ഹിന്ദു, ഏക കോൺഗ്രസ്സുകാരൻ ഒരുപക്ഷെ ശശി തരൂരായിരിക്കും. ഇന്ത്യയിൽ ഞാൻ ഹിന്ദുവാണെന്നും അത് RSSും BJPയും പറയുന്ന ഹിന്ദുവല്ല എന്നും പറഞ്ഞ ഏക വ്യക്തി ശശി തരൂരായിരിക്കും. അത് എഴുതി, ലേഖനം എഴുതി, പുസ്തകം എഴുതി, എന്തെന്ത് കാര്യങ്ങൾ ചെയ്തു. അതുകൊണ്ട് പ്രിയപ്പെട്ട സുനിത ദേവദാസ്, നിങ്ങൾക്ക് ആരെ വേണോ നമ്മൾ സോഷ്യൽ മീഡിയയിൽ, ഡിജിറ്റൽ മീഡിയയിൽ, യൂട്യൂബിൽ ഇരുന്ന് ആരെ വേണോ വിമർശിക്കാം. ഇത് ചന്തയാണല്ലോ, ഓപ്പൺ മാർക്കറ്റ് ആണല്ലോ. നമുക്ക് എന്തും കൊണ്ടുവച്ച് കച്ചവടം നടത്തി കാശുമാവ് വൈകുന്നേരം പൊടിയും തട്ടി പോകാം. അത് കൈയടിച്ച് സർക്കസ് കാണിച്ചും നൂൽപ്പാലത്തിലൂടെ നടന്നും എന്ത് കാണിച്ചും അത് നമുക്ക് ശീലവും ദുശീലവും അശ്ലീലവും എന്ത് കാണിച്ചു വേണോ നമുക്ക് കാശുണ്ടാക്കാം, റീച്ച് ഉണ്ടാക്കാം. നമ്മൾ ഒരു വീഡിയോ ഇട്ടാൽ, ഞാൻ അടക്കം ആ ഒരു വീഡിയോ ഇട്ടാൽ ഉടൻ തന്നെ പിന്നെ നോക്കുന്നത് എന്താണെന്നറിയാവോ? നിങ്ങളും അങ്ങനെ ആയിരിക്കും. എന്താ നോക്കുന്നത്? എത്ര പേർ വ്യൂ കണ്ടു, എത്ര റീച്ച് അടിച്ചു, എത്ര റവന്യൂ വന്നു, ഇതാണ് നോക്കുന്നത്. അല്ലാതെ എന്താണ് ഈ സമൂഹത്തിന് കൊടുത്തത്, എന്റെ സമൂഹം എന്ത് നേടി, എന്റെ ഒരു അറിവ് കൊണ്ട് എന്റെ സമൂഹത്തിൽ എന്തെങ്കിലും രാഷ്ട്രീയമായോ സാമൂഹ്യമായോ സാംസ്കാരികമായോ എന്തെങ്കിലും മാറ്റം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് ചിന്തിക്കണം. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ഈ സോഷ്യൽ ഇൻഫ്ലുവൻസർമാർക്ക് ഒരു അവസരവും ഒരു നന്മയും ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഏപ്പടം കാണുന്നത് പോലെ ആളുകൾ കയറും, ഇടിച്ചു കയറും. അവസാനം അതിനകത്ത് തുണ്ട് ഒന്നും ഇല്ല എന്ന് മനസ്സിലാക്കുമ്പോൾ അതുപോലെ കൈയടിച്ച് തിയേറ്ററിന്റെ കസേരയും ചവിട്ടിയിട്ട് അവർ ഇറങ്ങിപ്പോകും. അപ്പോഴും പക്ഷേ തിയേറ്ററിന്റെ കാണിക്കപ്പെട്ടി അല്ലെങ്കിൽ തിയേറ്ററിന്റെ കൗണ്ടറിൽ ധാരാളം പണം വന്നിരിക്കും.